ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LBSൻ്റെ കറക്ഷനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. കറക്ഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 7-ാം തീയതി 5 മണി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റീവാലുവേഷൻ്റെ സർട്ടിഫിക്കറ്റോ ഒക്കെ മാക്സിമം ശരിയാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ അത് ശരിയാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ ഫോർ കറക്റ്റിംഗ് ഡിഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ഓരോ തെറ്റും എന്താണെന്നും എന്തുകൊണ്ടാണ് എന്നും ഇനി അതെങ്ങനെയാണ് ശരിയാക്കുക എന്നും വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, കറക്റ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, അതിന് ശേഷവും റിജക്റ്റഡ് എന്ന് മാത്രമാണ് കാണിക്കുന്നത്, വേറെ ഒന്നും മാറ്റമായിട്ട് കാണിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് കറക്ഷൻ ടൈമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ടൊരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ മാത്രമേ നമ്മളുടെ റിജക്റ്റ് ആണോ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആണോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ എന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. പിന്നെ SC/ST വിഭാഗക്കാർ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം കറക്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹാൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ LBS നിങ്ങളൊരു തെറ്റുണ്ടെങ്കിൽ അത് LBS കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ അത് നിങ്ങൾക്കറിയാം നിങ്ങൾ അപ്ലോഡ് ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ റീമാർക്ക് കോളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ LBS അത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്കത് ഉറപ്പാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ തെറ്റുണ്ടെങ്കിൽ റീമാർക്ക് കോളത്തിൽ ടൈപ്പ് ചെയ്യുക എന്താണ് തെറ്റെന്ന്, എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇനി സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ കേട്ടോ. മറ്റേതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തെങ്കിൽ മാറ്റി അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ രണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അത് റിജക്റ്റ് ലിസ്റ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുന്ന സമയത്ത് റിജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് റിജക്റ്റഡ് ആയിരിക്കും. അതിന് മുന്നേ തന്നെ നിങ്ങൾക്കത് അക്സെപ്റ്റഡ് ആയി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് LBSൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സർട്ടിഫിക്കറ്റ് ക്ലെയിമിംഗ് സ്പെഷ്യൽ റിസർവേഷൻ നോട്ട് ക്ലിയർഡ്, നോട്ട് സബ്മിറ്റഡ്, പിന്നെ നോട്ട് വാലിഡ്, ഔട്ട്ഡേറ്റഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും പലർക്കും റീമാർക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിനകത്ത് നിങ്ങളുടെ എങ്ങനെയാണ് ഉള്ള റിമാർക്ക് എന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. വാലിഡ് അല്ലാത്ത സർട്ടിഫിക്കറ്റൊന്നും അവർ കൺസിഡർ ചെയ്യുന്നതല്ല. പിന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അതുമാതിരി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അങ്ങനത്തെ കോപ്പിയൊന്നും കൊടുക്കാൻ പാടില്ല. ഒറിജിനൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഫീസ് പെയ്ഡ് ഈസ് നോട്ട് സഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫീസ് അടയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പകുതിയായിട്ട് അടച്ചു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കില്ല. പിന്നെ പറയാനുള്ളത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കാര്യമാണ്. ഡിസബിലിറ്റി ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരൊരു മെഡിക്കൽ ബോർഡ് നടത്തുന്നുണ്ട്. അത് നോക്കി അവരുടെ ഡിസബിലിറ്റി അനുസരിച്ചായിരിക്കും അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സ് കിട്ടില്ല കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അങ്ങനെയുള്ള സയൻസ് വിഷയം അല്ലാണ്ട് എടുത്ത കുട്ടികളുണ്ടാവില്ല, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അവർക്കൊന്നും അവരിപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഏജിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്. ഏജ് വരുന്നത് കഴിഞ്ഞ ഡിസംബറിൽ 17 വയസ്സ് തികഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ 8 പേജ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞങ്ങളവിടെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.